കാല് തെറ്റി നിരൂഷ ട്രെയിനിന് അടിയിലേക്ക് വീഴാൻ പോയി. രക്ഷപ്പെടൽ എത്തിയത് പ്രണയത്തിലേക്ക്. പ്രശസ്ത തമിഴ് നടനായിരുന്ന എം.ആർ. രാധയുടെ മകളും നടി രാധിക ശരത് കുമാറിന്റെ അനുജത്തിയുമാണ് നിരൂഷ. ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് നിരൂഷ ആദ്യമായി അഭിനയിക്കുന്നു. അതിനുശേഷം തമിഴിൽ അഭിനയിച്ചതോടുകൂടി നടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നടിയെപ്പറ്റി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയദർശന്റെ സിനിമയിലൂടെയാണ് നിരൂഷ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. മണിരത്നത്തിന്റെ അഗ്നിനക്ഷത്രം എന്ന സിനിമയിൽ ലിസിയായിരുന്നു ആദ്യം നായികയായി അഭിനയിച്ചത്. 2-3 ദിവസം ലിസി ആ സിനിമയിൽ അഭിനയിച്ചെങ്കിലും അതിലെ പാട്ട് സീനിൽ ബിക്കിനിയിട്ട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ലിസി പിന്മാറുന്നത്. പിന്നീട് പ്രിയദർശനാണ് നിരൂഷയെക്കുറിച്ച് മണിരത്നത്തോട് പറയുന്നത്. അങ്ങനെ ഒരു പൂങ്കാവനം എന്ന് തുടങ്ങുന്ന പാട്ടിൽ ബിക്കിനിയിട്ട് നിരൂഷ അഭിനയിച്ചു. ആ പാട്ട് വലിയ ഹിറ്റാവുകയും ചെയ്തു. ഞാൻ ആ ഗാനം വീണ്ടും വീണ്ടും കാണുമെന്നാണ് അക്കാലത്ത് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ സിനിമയുടെ നിർമ്മാതാവ് കോടികളാണ് വാരിക്കൂട്ടിയത്. പക്ഷെ നിരൂഷ മലയാളത്തിൽ അഭിനയിച്ച സിനിമ വിജയിക്കാതെ പോയി. അതിന്റെ നിർമ്മാതാവിന് പിച്ചച്ചട്ടിയും എടുത്ത് നടക്കേണ്ട അവസ്ഥയും വന്നു. എന്നാൽ പിന്നീട് നിരൂഷ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ നിറസാന്നിധ്യമായി വളർച്ചയുടെ പടവുകൾ താണ്ടി. സിന്ദൂരപ്പൂവേ എന്ന സിനിമയിൽ നടൻ റാംകിയുടെ ഒപ്പവും നിരൂഷ അഭിനയിച്ചിരുന്നു. എന്നാൽ റാംകിയോട് പല കാര്യത്തിനും ചേർച്ചയില്ലാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വഴക്ക് പതിവായി. തന്റെ ശരീരത്ത് അനുവാദമില്ലാതെ തൊട്ടു എന്ന് പറഞ്ഞ് നടി അദ്ദേഹത്തോട് വഴക്ക് കൂടി. കമൽഹാസൻ പോലും സ്ത്രീകളെ തൊട്ടുരുമി അഭിനയിക്കുമ്പോൾ അനുവാദം വാങ്ങിക്കാറുണ്ടെന്നും നടി റാംകി ഓർമ്മിപ്പിച്ചു. നടൻ കമൽഹാസൻ പോലും സ്ത്രീകളെ തൊട്ടുരുമി അഭിനയിക്കുമ്പോൾ അനുവാദം വാങ്ങിക്കാറുണ്ടെന്നും നടി റാംകിയെ ഓർമ്മിപ്പിച്ചു. പിന്നീടും വഴക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഒരു സീൻ എടുക്കുകയാണ്. റാംകി വാതിലിന് സൈഡിൽ നിൽക്കുമ്പോൾ നിരൂഷ ഓടി വരുന്ന സീൻ. പെട്ടെന്ന് കാല് തെറ്റി നിരൂഷ ട്രെയിനിന് അടിയിലേക്ക് വീഴാൻ പോയി. ആ സമയത്ത് റാംകി അവരുടെ പാവാടയിൽ പിടിച്ച് വലിച്ച് ട്രെയിനിനുള്ളിലേക്ക് ഇട്ടു. നിരൂഷയുടെ ബോധം അപ്പോഴേക്കും പോയിരുന്നു. പിന്നീട് നടിയെ ശുശ്രൂഷിച്ചത് റാംകിയാണ്. അവിടെ നിന്നും താരങ്ങളുടെ പ്രണയം ആരംഭിച്ചു. വീട്ടുകാരുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് താരങ്ങൾ വിവാഹിതരാകുന്നത്. യാതൊരു ദുശീലവുമില്ലാത്ത നടനാണ് റാംകി. മോട്ടിവേറ്ററും സൈക്കോളജിസ്റ്റുമാണ് അദ്ദേഹം. നിരൂഷയും റാംകിയും വിവാഹിതരായിട്ട് 29 വർഷത്തോളം കഴിഞ്ഞു. ചെറിയ പ്രശ്നം പോലും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിലും കുട്ടികളില്ലെന്നുള്ള വലിയ ദുഃഖമാണ് ദമ്പതികൾക്കുള്ളത്. അടുത്ത കാലത്തായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടാളും സിനിമയിലേക്ക് തിരിച്ചു വരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.